നമസ്കാരം. നിങ്ങൾ ഇന്ന് കണ്ടിരിക്കുന്നത് വെറും ഒരു പ്രതിരോധ ഉപകരണത്തിന്റെ കഥയല്ല. ഇത് ആകാശ യുദ്ധത്തിന്റെ നിയമങ്ങൾ തിരുത്തിക്കുറിച്ച, ലോകശക്തികളുടെ നെഞ്ചിടിപ്പ് കൂട്ടിയ നമ്മുടെ പ്രിയപ്പെട്ട ഭാരതത്തിന്റെ അജയ്യമായ പ്രതിരോധ ശേഷിയുടെ കഥയാണ്. ചോദ്യം ഇതാണ്: കഴിഞ്ഞ ഇന്ത്യ പാക് സംഘർഷത്തിൽ പാകിസ്ഥാന്റെ 6ഓളം യുദ്ധവിമാനങ്ങളെയും ഒരു ചാരവിമാനത്തെയും പാകിസ്ഥാൻ മണ്ണിൽ വെച്ചും 300 കിലോമീറ്ററിലധികം ദൂരത്ത് വെച്ച് തകർത്ത് കളയാൻ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് കഴിഞ്ഞത് എങ്ങനെയാണ് നമ്മുടെ സേന ഈ നേട്ടം കൈവരിച്ചത്? ആ ഉത്തരമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം. S-400 ട്രയംഫ് എയർ ഡിഫൻസ് സിസ്റ്റം. ഒരു കാലത്ത് ഇന്ത്യയുടെ പ്രതിരോധ ശേഷിയെ ചോദ്യം ചെയ്തവർക്ക് ഈ ഒറ്റ സിസ്റ്റം നൽകിയത് ഒരു വ്യക്തമായ മറുപടിയാണ്. S-400 വെറും ഒരു മിസൈൽസ് ലോഞ്ചർ അല്ല, ഇത് നമ്മുടെ രാജ്യത്തിന്റെ ആകാശത്ത് സ്ഥാപിച്ചിട്ടുള്ള ഒരു ഇരുമ്പിന്റെ കോട്ടയാണ്. ഇന്ത്യൻ വ്യോമസേന ഇതിനെ ഗെയിം ചേഞ്ചർ എന്ന് വിശേഷിപ്പിച്ചത് എന്തിനാണെന്ന് നമ്മൾ ഇന്ന് വിശദമായി പരിശോധിക്കും. കൂടുതൽ മിസൈലുകൾ വാങ്ങാനായി ഇപ്പോൾ നമ്മുടെ കേന്ദ്ര സർക്കാർ 10,000 കോടിയുടെ വമ്പൻ ഡീലിന് റഷ്യയുമായി ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുന്നു. ഇത് ഇന്ത്യയുടെ പ്രതിരോധ ദൃഢനിശ്ചയത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഈ നീക്കം പാകിസ്ഥാനെ കൂടുതൽ ഭീതിയിലാഴ്ത്തുമ്പോൾ ഇന്ത്യയുടെ പരമ്പരാഗത സുഹൃത്തായ റഷ്യയുമായുള്ള ബന്ധം അമേരിക്കയെ എങ്ങനെ അസ്വസ്ഥമാക്കുന്നു എന്നും നമ്മൾ തുറന്നു കാട്ടും. ഇന്ത്യയുടെ പ്രതിരോധ മുന്നേറ്റത്തിന്റെ ഓരോ ഘട്ടവും നമ്മൾ ഓരോ ഭാരതീയനും അഭിമാനിക്കാനുള്ള വക നൽകുന്നുണ്ട്. ശ്രദ്ധയോടെ കാണുക. നമുക്ക് തുടങ്ങാം. റഷ്യൻ നിർമ്മിത S-400 ട്രയംഫ് ലോകത്തിലെ ഏറ്റവും മാരകമായ വ്യോമ പ്രതിരോധ സംവിധാനമാണ്. ഇത് പഴയ തലമുറ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിൽ നിന്നും എത്രയോ മുന്നിലുമാണ്. എന്തുകൊണ്ടാണ് ഇന്ത്യ ഈ സിസ്റ്റത്തിനായി കോടിക്കണക്കിന് ഡോളറുകൾ മുടക്കി അമേരിക്കയുടെ ഉപരോധ ഭീഷണികളെ പോലും വകവെക്കാതെ കരാറിൽ ഒപ്പുവെച്ചത്? 400 കിലോമീറ്റർ ദൂരപരിധിക്ക് അപ്പുറത്ത് നിന്നും വരുന്ന ഏത് ലക്ഷ്യത്തെയും തകർക്കാൻ ഇതിന് സാധിക്കും. ഇതിന്റെ അർത്ഥം നമ്മുടെ അതിർത്തിയിലേക്ക് എത്താൻ ശ്രമിക്കുന്നതിന് മുമ്പ് തന്നെ ശത്രു വിമാനങ്ങളെ പാകിസ്ഥാൻ മണ്ണിൽ വെച്ചും നശിപ്പിക്കാൻ നമ്മുടെ ഇന്ത്യക്ക് സാധിക്കും. ബഹുമുഖ പ്രഹരശേഷി, അതായത് യുദ്ധവിമാനങ്ങൾ, ബോംബറുകൾ, ഡ്രോണുകൾ, ഹൈപ്പർസോണിക് മിസൈലുകൾ, ക്രൂയിസ് മിസൈലുകൾ കൂടാതെ ബാലിസ്റ്റിക് മിസൈലുകൾ എന്നിവയെ പോലും തകർക്കാൻ S-400 ശേഷിയുണ്ട്. ശത്രുവിന്റെ ഏത് തരം ആകാശ ഭീഷണിയെയും ഒറ്റയ്ക്ക് നേരിടാനുള്ള ശേഷിയാണിത്. അതുപോലെ തന്നെ ഒരേ സമയം ഒന്നിലധികം ലക്ഷ്യങ്ങൾ, ഒരേ സമയം 80ലധികം ലക്ഷ്യങ്ങളെ ട്രാക്ക് ചെയ്യാനും 36 ലക്ഷ്യങ്ങളെ വരെ മിസൈൽ ആക്രമണം നടത്താനും ഇതിന് സാധിക്കും. ഒരു യുദ്ധമുണ്ടായ ശത്രുവിന്റെ വ്യോമാക്രമണങ്ങളെ പൂർണ്ണമായും തടയാൻ ഈ ശേഷി സഹായിക്കും. ഈ സിസ്റ്റം ഇന്ത്യയുടെ കൈവശം വന്നതോടെ നമ്മുടെ പ്രതിരോധ ശേഷിയിൽ ഒരു തരം തന്ത്രപരമായ ഭീകരത അഥവാ സ്ട്രാറ്റജിക് ഡിറ്ററൻസ് രൂപപ്പെട്ടു. അതായത് ഇന്ത്യയെ ആക്രമിക്കാൻ വരുന്നതിന് മുമ്പ് ശത്രു 1000 വട്ടം ചിന്തിക്കും. കാരണം നമ്മുടെ വ്യോമ മേഖലയിലേക്ക് കടക്കാൻ ശ്രമിച്ച അതൊരു ആത്മഹത്യാപരമായ ദൗത്യമായിരിക്കുമെന്ന് അവർക്കറിയാം. അതവർ മനസ്സിലാക്കിയതുമാണ്. S-400 വെറും ഒരു പ്രതിരോധ ഉപകരണമല്ല, അത് ഇന്ത്യൻ വ്യോമസേനയുടെ അഭിമാനവും ആത്മവിശ്വാസവുമാണ് എന്ന് തെളിയിച്ചൊരു സംഭവമാണ് നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂർ. പലപ്പോഴും പാകിസ്ഥാൻ അവരുടെ പഴയതും പുതിയതുമായ യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് ഇന്ത്യൻ വ്യോമ മേഖലയിലേക്ക് കടന്നു കയറാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ S-400 പ്രവർത്തനക്ഷമമായതിനു ശേഷമുള്ള സാഹചര്യം പാകിസ്ഥാന് ഒരു പേടി സ്വപ്നമായിരുന്നു. സംഘർഷത്തിന് സമയത്ത് പാക് വിമാനങ്ങൾ പാകിസ്ഥാൻ മണ്ണിൽ അതിർത്തിയിൽ നിന്ന് 300 കിലോമീറ്റർ അകലെയാണ് പറന്നിരുന്നത്. അവർ കരുതിയത് ഈ ദൂരം ഇന്ത്യയുടെ നിലവിലുള്ള പ്രതിരോധ സംവിധാനങ്ങളുടെ പരിധിക്ക് അപ്പുറത്താണ് എന്നാണ്, അതായത് പരിധിക്ക് പുറത്താണ് എന്ന്. എന്നാൽ S-400 കൃത്യമായ മിസൈൽ പ്രഹരം പാകിസ്ഥാന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചു. കൃത്യമായ ലക്ഷ്യത്തിൽ പതിച്ച മിസൈലുകൾ പാകിസ്ഥാന്റെ 6 യുദ്ധവിമാനങ്ങളെയും തന്ത്രപ്രധാനമായ ഒരു ചാരവിമാനത്തെയും ആകാശത്ത് വെച്ച് തന്നെ തകർത്ത് കളഞ്ഞു. പാകിസ്ഥാൻ വ്യോമസേനയ്ക്ക് ഇതൊരു വലിയ തിരിച്ചടിയായിരുന്നു. തങ്ങളുടെ സുരക്ഷിത താവളങ്ങളിൽ വെച്ച് പോലും ഇന്ത്യക്ക് പ്രഹരം ഏൽപ്പിക്കാൻ കഴിയുമെന്ന തിരിച്ചറിവ് അവരുടെ യുദ്ധതന്ത്രങ്ങളെ പാടെ തകർത്തു പൊളിച്ചെഴുതി. അതുകൊണ്ടാണ് ഇന്ത്യൻ വ്യോമസേന S-400 ഒരു ഗെയിം ചേഞ്ചർ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഈ പ്രകടനം ലോകത്തിന് നൽകിയ സന്ദേശം വ്യക്തമാണ്. ഇനി ഇന്ത്യയെ ആക്രമിക്കാൻ ശ്രമിക്കുന്നതിന് മുമ്പ് എത്ര ദൂരം പറക്കുന്നുണ്ടെങ്കിലും ശത്രു 1000 വട്ടം ഒന്ന് ആലോചിക്കേണ്ടി വരും. ഇന്ത്യയുടെ ആകാശക്കോട്ട അത്രത്തോളം ശക്തമാണ്. ഒരു വശത്ത് S-400 മികച്ച പ്രകടനം, മറുവശത്താകട്ടെ ചൈനയുമായുള്ള സംഘർഷാവസ്ഥ. ഈ സാഹചര്യങ്ങൾ കണക്കിലെടുത്താണ് ഇന്ത്യ ഈ പ്രതിരോധ സംവിധാനത്തെ കൂടുതൽ ശക്തിപ്പെടുത്താനായി നീക്കം ആരംഭിച്ചിരിക്കുന്നത്. വൻതോതിലുള്ള നിക്ഷേപം, ഏകദേശം 10,000 കോടി രൂപയുടെ മിസൈലുകൾ റഷ്യയിൽ നിന്നും വാങ്ങാനാണ് ഇന്ത്യ ഇപ്പോൾ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുന്നത്. ഇത് പ്രതിരോധ മേഖലയിൽ ഇന്ത്യ നടത്തുന്ന ഏറ്റവും വലിയ വിദേശ നിക്ഷേപങ്ങളിലൊന്നാണ്. യുദ്ധസമയത്ത് മിസൈലുകൾ അതിവേഗം ഉപയോഗിക്കപ്പെടാം. ദീർഘകാലത്തേക്ക് സുരക്ഷിതമായ പ്രതിരോധം ഉറപ്പാക്കാൻ മിസൈൽ ശേഖരം വർദ്ധിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ സ്ക്വാഡ്രൺ വികസനം. 2018 കരാർ പ്രകാരം 5 സ്ക്വാഡ്രണുകളാണ് ഇന്ത്യക്ക് ലഭിക്കേണ്ടത്. ഇതിൽ 3 മാത്രമാണ് നിലവിൽ പ്രവർത്തനക്ഷമമായിട്ടുള്ളത്. ബാക്കിയുള്ളവയുടെ വിതരണം വേഗത്തിലാക്കുകയും പുതിയ സ്ക്വാഡ്രണുകൾ കൂടി ചേർത്ത് S-400 ശൃംഖല വികസിപ്പിക്കാനും ഇന്ത്യ ശ്രമിക്കുന്നുണ്ട്. ഈ മറ്റ് ആയുധങ്ങൾ നോക്കാം. S-400 മിസൈലുകൾക്ക് പുറമെ എയർ ടു എയർ മിസൈലുകൾ ഉൾപ്പെടെയുള്ള മറ്റ് അത്യാധുനിക ആയുധങ്ങളും റഷ്യയിൽ നിന്നും വാങ്ങാൻ നമ്മുടെ ഇന്ത്യ ആലോചിക്കുന്നുണ്ട്.
അടുത്ത ദിവസം നടക്കാനിരിക്കുന്ന ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ യോഗത്തിൽ ഈ നിർദ്ദേശങ്ങൾ അംഗീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ നീക്കം നമ്മുടെ വ്യോമസേനയുടെ കരുത്ത് ലോകത്തിലെ തന്നെ മുൻനിരയിൽ എത്തിക്കുമെന്നതിൽ സംശയമില്ല. S-400 കരാർ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള 7 പതിറ്റാണ്ടിലേറെ പഴക്കമുള്ള തന്ത്രപരമായ സൗഹൃദത്തിന്റെ ആഴം വ്യക്തമാക്കുന്നു. റഷ്യ എന്നും ഇന്ത്യയുടെ വിശ്വസ്ത പ്രതിരോധ പങ്കാളിയായിരുന്നു. ഇന്ത്യ ഏറ്റവും പ്രതിസന്ധി നേരിട്ട ഘട്ടങ്ങളിലെല്ലാം റഷ്യ ഇന്ത്യക്കൊപ്പം നിന്നു. പ്രതിരോധ സാങ്കേതിക വിദ്യ കൈമാറ്റം ചെയ്യുന്നതിലും റഷ്യയുടെ സഹായം നിർണായകമാണ്. സാങ്കേതിക മികവ് S-400 പോലെയുള്ള അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങൾ നൽകാൻ റഷ്യ മാത്രമേ തയ്യാറായുള്ളൂ. ഈ കരാറുമായി മുന്നോട്ട് പോകുമ്പോൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നും രൂക്ഷമായ എതിർപ്പുകളും ഉപരോധ ഭീഷണികളും ഉണ്ടായി. എന്നാൽ ഇന്ത്യയുടെ നിലപാട് വ്യക്തമായിരുന്നു. ഞങ്ങളുടെ പ്രതിരോധ താൽപര്യങ്ങൾ ലോകത്തിലെ മറ്റൊരു ശക്തിയുടെയും സമ്മർദ്ദത്തിന് വഴങ്ങില്ല. രാഷ്ട്രീയ സമ്മർദ്ദം അമേരിക്ക പലപ്പോഴും അവരുടെ ആയുധങ്ങൾ മാത്രം വാങ്ങാൻ ഇന്ത്യയെ നിർബന്ധിക്കുകയും റഷ്യൻ ആയുധങ്ങൾ വാങ്ങുന്നതിൽ നിന്നും തടയാൻ ശ്രമിക്കുകയും ചെയ്തു. ഇത് അമേരിക്കൻ ആയുധ ലോബിയുടെ താൽപര്യങ്ങളെ സംരക്ഷിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ്. മറുവശത്ത് ഭീകരവാദത്തിന്റെ പ്രഭവ കേന്ദ്രമായ പാകിസ്ഥാന് അമേരിക്ക സാമ്പത്തികവും സൈനികവുമായ സഹായം നൽകുന്നത് നമ്മൾ കണ്ടതാണ്. ഈ ഇരട്ടത്താപ്പ് നയത്തെ ഇന്ത്യ എന്നും വിമർശിച്ചിട്ടുണ്ട്. റഷ്യയുമായുള്ള 10,000 കോടിയുടെ പുതിയ ഡീൽ ഇന്ത്യ ഒരു സ്വതന്ത്ര വിദേശ നയം പിന്തുടരുന്നു എന്നതിന്റെ ശക്തമായ പ്രഖ്യാപനവുമാണ്. നമ്മുടെ ദേശീയ സുരക്ഷയാണ് ഞങ്ങൾക്ക് ഏറ്റവും വലുത്, അല്ലാതെ അമേരിക്കയുടെ രാഷ്ട്രീയ താല്പര്യങ്ങളല്ല. ഈ ഇന്ത്യ റഷ്യ ബന്ധം ഏഷ്യയിൽ ഇന്ത്യയുടെ ആധിപത്യം ഉറപ്പിക്കാൻ സഹായിക്കുന്ന ഒരു നിർണായക ഘടകമാണ്. പാകിസ്ഥാൻ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയും നിരന്തരം ഇന്ത്യൻ അതിർത്തിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായി ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു രാജ്യമാണ്. എന്നാൽ S-400ന്റെ ഈ കരുത്ത് പാകിസ്ഥാന്റെ എല്ലാ ദുസ്വപ്നങ്ങളെയും തകർത്ത് കളഞ്ഞിരിക്കുന്നു. S-400ന്റെ സാന്നിധ്യം കാരണം പാക് വ്യോമസേന അവരുടെ പ്രധാനപ്പെട്ട വിമാനങ്ങളെയും ആസ്തികളെയും അതിർത്തിയിൽ നിന്നും വളരെ അകലെ രാജ്യത്തിന്റെ ഉള്ളിലേക്ക് മാറ്റാൻ നിർബന്ധിതരായി. 300 കിലോമീറ്റർ അകലെ വെച്ച് തകർക്കാൻ കഴിയുന്ന ഒരു സംവിധാനം നിലവിലുള്ളപ്പോൾ അവർക്ക് ഭയപ്പെടാതിരിക്കാൻ കഴിയില്ല. അതിനെ ഇനി പഴയ ആയുധങ്ങൾ നോക്കുമ്പോൾ പാകിസ്ഥാൻ ഇപ്പോഴും ഉപയോഗിക്കുന്ന പല യുദ്ധവിമാനങ്ങൾക്കും S-400നെ മറികടക്കാനുള്ള സാങ്കേതിക ശേഷി ഇല്ല. അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യയുടെ കരുത്ത് എത്രയോ ഇരട്ടിയാണ് മുന്നിലാണ്. അപ്പോൾ ഇനിയൊരു സംഘർഷം ഉണ്ടായാൽ പാകിസ്ഥാൻ യുദ്ധവിമാനങ്ങൾ പാകിസ്ഥാൻ മണ്ണിൽ വെച്ച് തന്നെ തകർക്കപ്പെടുമെന്ന സന്ദേശം ഇവിടെ ഉറപ്പിച്ചു കഴിഞ്ഞു. ഇന്ത്യൻ സൈന്യം പ്രതിരോധത്തിലായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ ആക്രമണത്തിലും പ്രതിരോധത്തിലും ലോക ശക്തിയായി മാറിയിരിക്കുകയാണ്. S-400 ട്രയംഫ് ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിലെ ഒരു വഴിത്തിരിവാണ്. ഈ അത്യാധുനിക സംവിധാനം ഇന്ത്യയുടെ വ്യോമ മേഖലയ്ക്ക് അഭേദ്യമായ ഒരു കവചം നൽകുന്നു. റഷ്യയുമായുള്ള പുതിയ കരാർ ഇന്ത്യയുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനുള്ള ദൃഢനിശ്ചയത്തെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മുടെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി ലോകത്തിലെ ഏത് ശക്തിയുടെ സമ്മർദ്ദത്തെയും തള്ളിക്കളയാനുള്ള ഇന്ത്യയുടെ കഴിവാണ് ഇവിടെ തെളിയുന്നത്. ഇന്ത്യൻ വ്യോമസേനയുടെ ഈ പുതിയ കരുത്തിനെ കുറിച്ച് അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഈ നീക്കം പാകിസ്ഥാനെ എത്രത്തോളം അസ്വസ്ഥമാക്കുന്നുണ്ടാകും? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി. ന്യൂസ് ഡെസ്ക് IBN മലയാളം.